വെറും 19 വയസ്സിൽ ലോക ഫുട്ബോളിലെ വമ്പൻ താരങ്ങളെയും ക്ലബ്ബുകളെയും വിസ്മയിപ്പിച്ച അദ്ഭുത പ്രതിഭയാണ് ലാമിൻ യമാൽ. ബാഴ്സലോണയുടെയും സ്പെയിൻ ദേശീയ ടീമിന്റെയും ചരിത്രത്തിൽ തന്റെ പേര് സ്വർണ്ണാക്ഷരങ്ങളിൽ കുറിച്ച ഈ യുവതാരത്തിന് ഇന്ന് ലഭിക്കുന്ന പ്രശസ്തിക്കും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ സ്നേഹത്തിനും പിന്നിൽ കണ്ണീരും ത്യാഗവും പോരാട്ടവും നിറഞ്ഞ ഒരു ജീവിതകഥയുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് ലാമിൻ യമാൽ? അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഒന്ന് വിശദമായി പരിചയപ്പെടാം. പലരും കരുതുന്നതുപോലെ ലാമിൻ ആദ്യ പേരും ജമാൽ കുടുംബപ്പേരുമല്ല. യഥാർത്ഥത്തിൽ ലാമിൻ യമാൽ എന്നത് അദ്ദേഹത്തിന്റെ ആദ്യനാമമാണ്. പൂർണ്ണനാമം ലാമിൻ യമാൽ നസ്താവി എബാന് ലെഖദ് ഷേഖ് രദിവ്യ നിഷ്പ് എന്നതാണ്. ഈ പേര് ലഭിച്ചതിനും പിന്നിൽ ഹൃദയസ്പർശിയായ ഒരു സംഭവമുണ്ട്. ലാമിൻ ജനിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളായ മുനീർ നസ്താവിയും ഷെയ്ല എബാനയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയായിരുന്നു കടന്നുപോയത്. വാടക നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥ. അന്നത്തെ പ്രയാസകാലത്ത് ലാമിൻ യമാൽ എന്ന പേരുകളുള്ള രണ്ട് നല്ല മനുഷ്യർ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവർക്ക് താമസിക്കാനുള്ള സ്ഥലവും ഭക്ഷണവും ആവശ്യമായ സഹായങ്ങളും നൽകി. പിന്നീട് ഒരു മകൻ ജനിച്ചപ്പോൾ ആ രണ്ട് മനുഷ്യരോടുള്ള നന്ദിയുടെ അടയാളമായി അവരുടെ പേരുകൾ ചേർത്ത് കുഞ്ഞിന് ലാമിൻ യമാൽ എന്ന് പേരിട്ടു. 2007 ജൂലൈ 13 സ്പെയിനിലെ കാറ്റലോണിയയിലെ എസ്പ്ലുഗസ് ഡി യോബ്രിഗാത്തിലാണ് ലാമിൻ യമാൽ ജനിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബവേരുകൾ ആഫ്രിക്കയിലാണ്. പിതാവ് മുനീർ നസ്താവി മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് കുടിയേറിയ വ്യക്തിയാണ്. മാതാവ് ഷെയ്ല എബാന ഇക്വറ്റോറിയൽ ഗിനിയൻ വംശജയാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ വളർന്ന ലാമിൻ യമാൽ തന്റെ വിശ്വാസത്തിലും കുടുംബപാരമ്പര്യത്തിലും എപ്പോഴും അഭിമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ബൂട്ടുകളിൽ സ്പെയിനിന്റെ പതാകയ്ക്കൊപ്പം മൊറോക്കോയുടെയും ഇക്വറ്റോറിയൽ ഗിനിയുടെയും പതാകകളും പതിപ്പിച്ചിരിക്കുന്നത് തന്റെ വേരുകളോടുള്ള ആദരവിന്റെ പ്രതീകമാണ്. കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ വേർപിരിഞ്ഞെങ്കിലും ഇരുവരും മകന്റെ വളർച്ചയിൽ സജീവമായി പങ്കെടുത്തു. എന്നാൽ ലാമിന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ മുത്തശ്ശിയായ ഫാത്തിമയായിരുന്നു. സ്പെയിനിലെ മാദാറോ നഗരത്തിനടുത്തുള്ള റോക്ക്ഫോണ്ട് എന്ന തൊഴിലാളി വർഗവും കുടിയേറ്റക്കാരും കൂടുതലായി താമസിക്കുന്ന ദരിദ്ര പ്രദേശത്താണ് ലാമിൻ വളർന്നത്. സമൂഹത്തിലെ ചിലർ അവഗണിച്ചിരുന്ന ആ പ്രദേശത്തെ അദ്ദേഹം ഒരിക്കലും മറന്നില്ല. ഇന്നും ഗോൾ നേടിയ ശേഷം വിരലുകൾ കൊണ്ട് 304 എന്ന് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആഘോഷം റോക്ക്ഫോണ്ടിന്റെ പോസ്റ്റൽ കോഡിനുള്ള ആദരസൂചകമാണ്. മൊറോക്കോയിൽ നിന്ന് വർഷങ്ങൾക്കു മുമ്പ് സ്പെയിനിലെത്തിയ ഫാത്തിമയാണ് ലാമിനെ ശരിയായ വഴിയിലേക്ക് നയിച്ചത്. തെരുവുകളിൽ പന്ത് കളിച്ചു നടന്ന കൊച്ചുമകനെ പരിശീലന കേന്ദ്രത്തിലെത്തിക്കുകയും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തത് അവളായിരുന്നു. കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്നെങ്കിലും ലാമിന്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകുന്നതിൽ ഒരിക്കലും അവർ പിന്നോട്ടുപോയില്ല. ബാഴ്സലോണയുടെ പ്രശസ്തമായ ലാ മാസിയ അക്കാദമിയിൽ ചേർന്ന ശേഷവും പരിശീലനത്തിനും മത്സരങ്ങൾക്കുമായി മണിക്കൂറുകളോളം ട്രെയിനിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തത് ഫാത്തിമയായിരുന്നു. കായിക ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും നല്ല മനുഷ്യനായി വളരണമെന്ന് അവൾ എപ്പോഴും പഠിപ്പിച്ചു. ഇന്ന് ലോകപ്രശസ്തനായിട്ടും ഫാത്തിമ റോക്ക്ഫോണ്ടിലെ പഴയ വീടുവിട്ട് മറ്റെവിടേക്കും മാറിയിട്ടില്ല. ലാമിൻ ഇന്നും തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴികാട്ടിയായി കാണുന്നത് ഈ മുത്തശ്ശിയാണ്. 7-ാം വയസ്സിൽ തന്നെ ബാഴ്സലോണയുടെ ലാ മാസിയ അക്കാദമി അദ്ദേഹത്തിന്റെ അസാധാരണ കഴിവ് തിരിച്ചറിഞ്ഞു. ഇടങ്കാലിലൂടെ പന്ത് നിയന്ത്രിക്കുന്ന മികവ് കണ്ട പരിശീലകർ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു കൗതുകകരമായ സംഭവമുണ്ട്. 2007 ഒരു ചാരിറ്റി കലണ്ടറിനായി ലിയോണൽ മെസ്സി ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ഫോട്ടോഷൂട്ട് നടത്തി. വർഷങ്ങൾക്കുശേഷം ആ ചിത്രത്തിലുള്ള കുഞ്ഞ് മറ്റാരുമല്ല, ലാമിൻ യമാൽ തന്നെയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. 2023 ഏപ്രിലിൽ വെറും 15 വയസ്സും 290 ദിവസവും പ്രായമുള്ളപ്പോൾ ബാഴ്സലോണയുടെ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറി. 2024 യൂറോ കപ്പിലൂടെയാണ് ലാമിൻ യമാൽ ലോക ഫുട്ബോളിന്റെ ശ്രദ്ധാകേന്ദ്രമായത്. ഫ്രാൻസിനെതിരായ സെമിഫൈനലിൽ ബോക്സിന് പുറത്തുനിന്ന് നേടിയ അതിമനോഹരമായ ലോങ് റേഞ്ച് ഗോൾ ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ മികച്ച ഗോളുകളിൽ ഒന്നായി വിലയിരുത്തപ്പെട്ടു. യൂറോ കപ്പിൽ കളിക്കുന്നതിലും ഗോൾ നേടുന്നതിലും അസിസ്റ്റ് നൽകുന്നതിലും ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്നിങ്ങനെ നിരവധി റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കി. സ്പെയിൻ കിരീടം നേടിയപ്പോൾ ടൂർണമെന്റിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ദാരിദ്ര്യവും വംശീയ അധിക്ഷേപങ്ങളും നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് കഴിവും കഠിനാധ്വാനവും മാത്രം കൈമുതലാക്കി ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തിയ ലാമിൻ യമാൽ ഇന്ന് ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രചോദനമാണ്. പ്രശസ്തിയും സമ്പത്തും നേടിയ ശേഷവും അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ ഉറച്ചുനിൽക്കുന്നു. മത്സരത്തിന് മുമ്പ് പ്രാർത്ഥിക്കുകയും വിജയത്തിന് ശേഷം ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്ന ലാമിനെ ആരാധകർ പലപ്പോഴും കാണാറുണ്ട്. തന്റെ കഴിവ് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും പ്രകടമാകുന്നത്. ഈ ആത്മീയ മൂല്യങ്ങൾ വളർത്തിയെടുത്തതും ഫാത്തിമ തന്നെയായിരുന്നു. ഓരോ മത്സരത്തിനു മുമ്പും കൊച്ചുമകനുവേണ്ടി പ്രാർത്ഥിക്കുകയും വിജയത്തേക്കാൾ നല്ല മനുഷ്യനാകുക എന്ന പാഠം പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് അവൾ.
ഫാത്തിമ ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. എന്റെ പേരക്കുട്ടി ഗോൾ നേടിയാൽ ഞാൻ സന്തോഷത്തോടെ ഉറക്കെ വിളിക്കും. ഇന്ന് ആളുകൾ എന്നെ തിരിച്ചറിയുന്നത് അവന്റെ കാരണമാണ്. അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രധാനപ്പെട്ട പൊതുചടങ്ങുകളിലും കരാർ ഒപ്പിടൽ ചടങ്ങുകളിലും ലാമിൻ തന്റെ മുത്തശ്ശിയുടെ കൈപിടിച്ച് നടക്കുന്നത് പലപ്പോഴും കാണാം. ബാഴ്സലോണയിൽ നടന്ന ഒരു പ്രധാന കരാർ ചടങ്ങിൽ പോലും ഫാത്തിമ എത്തുന്നതുവരെ അദ്ദേഹം കാത്തുനിന്നത് അവരുടെ ആത്മബന്ധത്തിന്റെ തെളിവായിരുന്നു. ഇന്ന് ലാമിൻ യമാൽ ഒരു ഫുട്ബോൾ താരമെന്നതിലുപരി ലോകമെമ്പാടുമുള്ള കുടിയേറ്റ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പ്രതീക്ഷയുടെ പ്രതീകമാണ്. സ്വന്തം വേരുകളെയും വിശ്വാസത്തെയും കുടുംബത്തെയും മറക്കാതെ ലോകത്തിന്റെ നെറുകയിലെത്താൻ കഴിയുമെന്ന് തന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്.